Guys, another departure from Kerala Blasters side officially വരുന്നു. ഫെഡർ ചെർണിച്ചും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വിട്ട് പിരിയുന്നു എന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഇപ്പോൾ ഫെഡോർ ഒരു നല്ല പ്ലെയർ ആണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും യാതൊരു സംശയമില്ല. എനിക്കും അതില്ല. നമുക്കറിയാം ലിത്വേനിയയുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം ഈ സീസൺ നോക്കി കഴിഞ്ഞാൽ 10 മാച്ചാണ് കളിച്ചത്, 3 ഗോൾ, 1 അസിസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ വന്ന് അഡാപ്റ്റ് ആകാൻ, ഒരു ക്ലൈമറ്റുമൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഫെബ്രുവരിയിൽ മാത്രമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഇവിടെ വന്നതിൻ്റെ ഒരു ഫിറ്റ്നസ് ഇഷ്യൂസ്, അതായത് ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആകാത്തതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പം അടുത്ത സീസണിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രീ സീസണിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് ഒക്കെ സെറ്റായനെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കോച്ചോ SD എനിവേ അപ്പം എടുത്തിട്ടുള്ളൊരു നല്ല ഡിസിഷനാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമുക്ക് ലൂണ, നോവ പോലത്തെ 2 പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സിമിലർ കൈൻഡ് ഓഫ് പ്ലെയർ ആണ് ഫെഡോർ. കാരണം ഫെഡോർ ഒരിക്കലും ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു പ്ലെയർ അല്ല. അദ്ദേഹത്തെ ഇച്ചിരി കൂടി ഒരു റൈറ്റ് സൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളോ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്കിപ്പോൾ നോവയും ലൂണയുള്ളൊരു സാഹചര്യത്തിൽ ഫെഡോറിനെ പോലൊരു പ്ലെയറിനെ ആവശ്യമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ 6 വിദേശ താരങ്ങളെ മാത്രമേ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇനി എന്താണെങ്കിലും 2 സെൻട്രൽ ബാക്സ് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമ്മൾ 4 അറ്റാക്കേഴ്സിനെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പുതിയ കോച്ചാണ്. അപ്പം അദ്ദേഹത്തിന് ഇനിയിപ്പം 2 സൈനിങ്സ്, ഇപ്പം ലൂണയും നോവയും അറ്റാക്കിങ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി 2 പ്ലെയേഴ്സ് ആരൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഒന്നുകിൽ 2 സെൻട്രൽ ഫോർവേഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഫോർവേഡും ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഏത് സാഹചര്യമാണെങ്കിലും ഫെഡോറിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗുഡ് ഡിസിഷനാണ്. ആരും ഈ ഒരു താങ്ക് യു പോസ്റ്റിൻ്റെ ഇടയിൽ പോയി അങ്ങനെ കമൻസ് ഒന്നും ഇടുന്നതിന്, എന്താ പറയുക, ഈ ഒരു ഫെഡോറിൻ്റെ കാര്യത്തിൽ അതിനിടുന്നതിന് വലിയ അർത്ഥമില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും ഫെഡോർ എന്ന് പറയുന്ന ഒരു താരം, അദ്ദേഹം ലൂണയുടെ റീപ്ലേസ്മെൻ്റ് എന്ന നിലയിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു അനൗൺസ്മെൻറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 1-2 ദിവസത്തിനകം തന്നെ അദ്ദേഹത്തിന് 2 ലക്ഷം ഫോളോവേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. കുറച്ച് മാസങ്ങൾ KBSൽ കളിച്ചെങ്കിലും ഇത്രയധികം ഫോളോവേഴ്സൊക്കെ ആയിട്ട് ആണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും താങ്ക് യു ഫെഡർ ചെർണിച്ച് എന്നല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ വേണ്ടി കളിക്കുകയാണ് സനിയ.